ആസൂത്രിതമായാണ് ഈ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ഒരു ഗണഗീതം അവിടെ പാടിപ്പിക്കുന്നതും പിന്നീട് അത് റെയിൽവേ പോസ്റ്റ് ചെയ്യുന്നതും അത് വിവാദമായപ്പോൾ പിൻവലിച്ചെങ്കിലും വീണ്ടും അത് പോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചതും ഒക്കെ ആസൂത്രിതമാണ് എന്നതാണ് ഉയരുന്ന ആരോപണം. എന്താണ് ബിജെപിയുടെ പ്രതികരണം? ഞാൻ പറഞ്ഞ കറക്റ്റ് ഇല്ല, നീ ഇപ്പൊ പറഞ്ഞതും ഇനി പറയാൻ പോകുന്നതും ഒക്കെ കറക്റ്റ് അല്ലാത്ത ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ് താങ്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. കാരണം അങ്ങനെ ആരെങ്കിലും പറഞ്ഞു പാടിപ്പിക്കുകയോ പറഞ്ഞ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് മുൻപ് നമുക്ക് ആദ്യത്തെ വന്ദേ ഭാരത് അനുവദിച്ചപ്പോൾ തന്നെ ആ വന്ദേ ഭാരത് യാത്രയ്ക്കകത്ത് ഇത്തരത്തിൽ കുട്ടികൾ അതുപോലെ തന്നെ മറ്റ് ആളുകളൊക്കെ ഒരുമിച്ചിരുന്ന് പലതരത്തിലുള്ള ദേശഭക്തി ഗാനങ്ങളും അതുപോലെ തന്നെ മറ്റു പല ഗാനങ്ങളും പാടുന്നത് കാണാനിടയായിട്ടുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമാണെന്നും അതൊക്കെ വസ്തുതയാണെന്നും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള അവാസ്തവമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് വളരെ സങ്കുചിതമായിട്ടുള്ള ചില. എന്താണ് അവാസ്തവമായ കാര്യം ശ്രീ നന്ദു? ഞാൻ പറഞ്ഞത് ഇവിടെ കുട്ടികളെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയുടെ വർഗീയ അജണ്ടകൾക്ക് ഉപയോഗിക്കുന്നത് ഭരണഘടനാ തത്വങ്ങളുടെ നഗ്നമായ ലംഘനവും പ്രതിഷേധാർഹവുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്വേഷണത്തിന് ഉത്തരവിട്ട കാര്യം വിദ്യാഭ്യാസ മന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളെ ദുരുപയോഗം ചെയ്തിരിക്കുന്നു എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഈ അന്വേഷണം. അത് ഞാൻ പറഞ്ഞതാണോ? ഒരു വിവരം കിട്ടി, നിനക്കൊക്കെ ഒരു വിവരമില്ലെന്ന്. അല്ല, താങ്കൾ പറഞ്ഞു എന്നല്ല, താങ്കൾ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്നുള്ളതാണ് എന്റെ വാദം. അതിനകത്ത് നമ്മൾ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ല, മന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. അതനുസരിച്ചാണ് മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഞാൻ അതാ പറഞ്ഞത്. താങ്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് താങ്കൾ ഉദ്ധരിച്ച സ്റ്റേറ്റ്മെന്റ് ഏതാണോ അതാണ് ആ സ്റ്റേറ്റ്മെന്റ്. ശ്രീ നന്ദു, കുട്ടികളെ കൊണ്ട് ഗണഗീതം ആലപിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി എന്നതാണ് നമ്മുടെ മുന്നിൽ ആദ്യം വരുന്ന വസ്തുത. എങ്ങനെയാണ് ആ കുട്ടികൾ അവിടേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്? നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്കൂളുകൾ ഉണ്ടല്ലോ. എങ്ങനെയാണ് RSS നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ ഈ ഉദ്ഘാടന ചടങ്ങിൽ അതിൽ യാത്രയ്ക്കായി തെരഞ്ഞെടുക്കപ്പെട്ടത്? അതിന്റെ മാനദണ്ഡം എന്താണ്? അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. കഴിഞ്ഞ വന്ദേ ആദ്യത്തെ ഉദ്ഘാടനം, അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആദ്യത്തെ വന്ദേ ഭാരത് ഉദ്ഘാടനം നടത്തിയ സമയത്തും ഇതുപോലെ പല സ്കൂളുകളിൽ നിന്നും, അത് RSSന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾ മാത്രമല്ല, അല്ലാതെ മറ്റ് ഇതര മതത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെ സ്കൂളുകളിൽ നിന്നും, അതുപോലെ തന്നെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പാളയം ഇമാം അടക്കമുള്ളവർ ഈ യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതും ശരിയാണല്ലോ. വീണ്ടും എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? അവരെല്ലാം പങ്കെടുത്തത് നമ്മുടെ സംസ്ഥാനത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു വികസന പ്രവർത്തനം വരുമ്പോൾ അതിനകത്ത് നമ്മുടെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ എന്ന നിലയിൽ നമ്മൾ എല്ലാവരും ആ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമാവുക എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ മാനദണ്ഡം എങ്ങനെയാണ്, ആ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് എന്ന് താങ്കളോട് ചോദിച്ചത്. എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് വേണം നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളിക്കണം. അക്കാര്യത്തിലൊന്നും എനിക്കൊരു സംശയവുമില്ല. ആ സ്കൂൾ എങ്ങനെ ഉൾപ്പെട്ടു എന്നതിൽ താങ്കൾക്ക് ധാരണയുണ്ടോ? യെസ് ഓർ നോ? എങ്ങനെയാണ് ധാരണ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയാൻ എനിക്കറിയാവുന്ന വസ്തുത ഞാൻ പറയാം. ഞാൻ ആദ്യത്തെ വന്ദേ ഭാരത് യാത്രയുമായി ബന്ധപ്പെട്ടിട്ട് പല കാര്യങ്ങൾക്കും എന്റേതായിട്ടുള്ള രീതിയിൽ ഇടപെട്ടയാളാണ്. അവിടെ യൂട്യൂബ് ഇൻഫ്ലുവൻസർമാരായിട്ടുള്ള ആളുകൾ അവർ നേരത്തെ തന്നെ റിക്വസ്റ്റ് കൊടുത്തിട്ട്, സദേൺ റെയിൽവേക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ട് അവർ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർ റിക്വസ്റ്റ് കൊടുത്തിട്ടാണ് അതിനകത്ത് ഉൾപ്പെട്ടത്. അതുപോലെ ഒരു സ്കൂളിന് തങ്ങളുടെ സ്കൂളിലെ കുറച്ച് കുട്ടികളെ അതിനകത്ത് പങ്കെടുപ്പിക്കാൻ ഒരു റിക്വസ്റ്റ് എഴുതി കൊടുത്താൽ മതി. അങ്ങനെ ഉൾപ്പെട്ട കുട്ടികളാണ് നോക്കൂ, അവിടെ ആ പ്രിൻസിപ്പൽ പറയുകയാണ് അവിടെ ഈ കുട്ടികൾ പാടിയ ഗാനം ഗണഗീതമാണ് എന്ന കാര്യത്തിൽ താങ്കൾക്ക് സംശയമില്ല. ആ ഗണഗീതം RSSന്റെ ഗണഗീതം റെയിൽവേയുടെ എക്സ് അക്കൗണ്ടിൽ വന്നതാണല്ലോ ചോദ്യം ചെയ്യപ്പെട്ടത്. അവിടെ നിന്നാണല്ലോ വിവാദമുണ്ടായത്. ഈ കുട്ടികൾ അവിടെ ഗണഗീതം പാടിയത് ആരെങ്കിലും ചോദ്യം ചെയ്തോ? പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞോ? അവിടെ ഔദ്യോഗിക ചടങ്ങിൽ അങ്ങനെ ഒരെണ്ണം വേണമോ എന്നത് വേറൊരു കാര്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. CPM കാരൻ എഴുതിയാലും കോൺഗ്രസ്സുകാരൻ എഴുതിയാലും BJP കാരൻ എഴുതിയാലും ഭാരതാംബയും രാഷ്ട്രഭക്തിയും ഉള്ള ഏത് ഗീതവും RSSന്റെ ഗണഗീതമാവും. RSSന്റെ ഗണഗീതം ഏതൊക്കെ ഗീതങ്ങൾ RSSന്റെ ഗണഗീതമാകുന്നു എന്നല്ല എന്റെ ചോദ്യം. എന്റെ ചോദ്യം താങ്കൾക്ക് മനസ്സിലാകുന്നില്ലേ നന്ദു? ഞാൻ ചോദിച്ചത് RSS ഏതൊക്കെ ഗീതങ്ങൾ ഗണഗീതമാക്കുമെന്നതല്ല. അങ്ങനെയാണെങ്കിൽ താങ്കൾ ഇത് വിശദീകരിച്ചാൽ മതിയല്ലോ. ആരൊക്കെ എഴുതുന്നത് ഞങ്ങൾ ഗണഗീതമാക്കുമെന്ന് വിശദീകരിച്ചാൽ മതിയല്ലോ. ഞാൻ അത് ചോദിച്ചില്ലല്ലോ താങ്കളോട്. നിങ്ങൾ ആരൊക്കെ എഴുതുന്നത് വേണമെങ്കിലും ഉപയോഗിച്ചോളൂ, ഗണഗീതമാക്കിക്കോളൂ, നിങ്ങൾ പാടിച്ചോളൂ.
ഇവിടെ ഈ കുട്ടികൾ പാടിയ ഗണഗീതം റെയിൽവേ ദേശഭക്തി ഗാനം എന്ന് പറഞ്ഞ് അവരുടെ ഔദ്യോഗിക അക്കൗണ്ടിൽ ഇട്ടത് എന്തിന് എന്നതാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണല്ലോ വിവാദമായത്. അല്ല, ഞാൻ ചോദിക്കുന്നത് അതൊരു ദേശഭക്തി ഗാനമല്ലേ? RSSന്റെ ഗണഗീതമാണ് എന്ന് താങ്കൾ സമ്മതിക്കുന്നുണ്ടല്ലോ. അത് അല്ല, ദേശഭക്തി ഗാനമല്ലേ? അത് ദേശഭക്തി ഗാനങ്ങൾ ഒരുപാട് പേരുണ്ട്. അത് SDPIക്ക് കാണും, പോപ്പുലർ ഫ്രണ്ടിന് കാണും. പോപ്പുലർ ഫ്രണ്ടിനും SDPIക്കും ഒക്കെ ദേശഭക്തി ഗാനങ്ങൾ ഉണ്ടാകും. അവർ ചിലപ്പോ അതൊക്കെ അവരുടെ ചടങ്ങുകളിൽ പാടുന്നുണ്ടാവും. അങ്ങനെ ഏത് സംഘടനകളും ദേശഭക്തി ഗാനമാണ് എന്ന് പറഞ്ഞ് ഗാനങ്ങൾ എഴുതുന്നുണ്ടാവും. ഞാൻ അതൊന്നും അല്ല ചോദിച്ചത്. ഞാൻ അതല്ല ചോദിച്ചത്. ഈ ഭാരതത്തിനകത്ത് ഭാരതാംബയെ പ്രകീർത്തിച്ചുകൊണ്ട് SDPIക്കാരൻ പാടിയാലും അതിൽ രാഷ്ട്രഭക്തി ഗാനമാണ്. ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടാവും. എന്റെ അഭിപ്രായം ഒന്നും അല്ല. ഞാൻ ചോദിച്ച ചോദ്യമല്ല. SDPIക്കാരൻ ദേശഭക്തി ഗാനം പാടിയാലും നിങ്ങൾ ഗണഗീതമാക്കുമോ? അത് ദേശഭക്തി ഗാനമാണ് എന്ന് പറഞ്ഞ് എക്സ് അക്കൗണ്ടിൽ വന്നത് എന്തോ അക്ഷന്തവ്യമായ തെറ്റെന്നാണ് നിങ്ങൾ പറയാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ താങ്കൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, അതിൽ രാഷ്ട്രത്തിനെതിരായി എന്തെങ്കിലും ഉണ്ടോ ആ ഗീതത്തിൽ? അത് രാഷ്ട്രത്തിന് ദോഷം വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അതിനകത്തുണ്ടോ? അപ്പൊ നിങ്ങളുടെ താങ്കൾ ഉൾപ്പെടുന്ന ആളുകളുടെ, ഇത് എതിർക്കുന്ന ആളുകളുടെ കൺസെപ്റ്റിലെ രാഷ്ട്രഭക്തി ഗീതങ്ങൾ ഏതൊക്കെയാണ്? അത് ഞാൻ പറയാം. ഞാനത് പറയാം. അതിനു മുൻപ് അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഒന്നും ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ എന്തിനാണ് റെയിൽവേ ആദ്യം അത് പിൻവലിക്കേണ്ടി വന്നത്? റെയിൽവേ എന്തിനാണ് അത് പിൻവലിച്ചത്? അത് റെയിൽവേയുടെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോട് ചോദിക്കണം. അതാരാണോ പോസ്റ്റ് ചെയ്ത ആളോട് ചോദിക്കണം. അപ്പോ ഈ വിമർശനം ഉയരുമ്പോൾ RSSന്റെ ഗണഗീതം ദേശഭക്തി ഗാനമാക്കി ഇട്ടത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കുമല്ലോ അത് പിൻവലിച്ചത്. താങ്കൾക്കും അങ്ങനെയല്ലേ തോന്നുന്നത്? എനിക്ക് തോന്നുന്നില്ല. അതിനിപ്പോ എന്താ ആലോചിക്കാനിരിക്കണേ? അതിനാർക്കാ അവിടെ അഭിപ്രായ വ്യത്യാസം? അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് പിൻവലിച്ചത്? ദേശഭക്തി ഗാനം എന്ന് പറഞ്ഞ RSSന്റെ ഗണഗീതം ഇട്ടിട്ട് എന്തിനായിരിക്കും പിൻവലിച്ചത്? അത് റെയിൽവേയുടെ സോഷ്യൽ മീഡിയ വിങ് കൈകാര്യം ചെയ്യുന്ന ആളിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്, എന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ല. പൊതുപ്രവർത്തകനല്ലേ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ എന്ത് നടക്കുന്നു എന്ന് അറിയണ്ടേ? താങ്കൾ ഒരു BJP പ്രതിനിധിയല്ലേ? രാജ്യം ഭരിക്കുന്ന BJP എന്ന് പറയുന്നത് താങ്കൾക്ക് റെയിൽവേയിൽ എന്ത് നടക്കുന്നു എന്ന് അറിയാൻ ഒരു ബാധ്യതയുമില്ല. അതിനെക്കുറിച്ച് പറയുകയും വേണ്ട, അറിയുകയും വേണ്ട. മീഡിയ ഹാൻഡിൽസ് മൊത്തം BJPക്കാരാണോ ഹാൻഡിൽ ചെയ്യുന്നത്? അതിനെക്കുറിച്ച് താങ്കൾക്ക് അറിയുകയും വേണ്ട. എന്തവസ്ഥ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. അതായത് രാജ്യം ഭരിക്കുന്നത് BJP ആയതുകൊണ്ട്, രാജ്യം ഭരിക്കുന്ന BJP ആയതുകൊണ്ട് മറ്റു സ്ഥാപനങ്ങളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും BJPക്കാരാണ് ഇടപെടുന്നത് എന്നൊരു ധാരണ താങ്കൾക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണ്. അതായത് ആ മന്ത്രാലയങ്ങൾക്കകത്ത് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യാൻ അവർക്കൊരു സ്ഥിരം സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ അവരെന്താണ് ചെയ്തതെന്ന് താങ്കൾ എന്നോട് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ ഞാൻ അശക്തനാണ്. പിന്നെ പൊതുപ്രവർത്തനം നടത്തുന്നത് കൊണ്ട് ഞാൻ ഇത്തരം കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം എന്നാണ് താങ്കളുടെ സ്റ്റാൻഡെങ്കിൽ താങ്കൾ വസന്തം തെങ്ങുംപള്ളിയോടും അതുപോലെ തന്നെ ജെക്സി തോമസിനോടും ഒക്കെ ചോദിച്ചു നോക്കും. അവരും പൊതുപ്രവർത്തനം നടത്തുന്നു, അവർക്ക് എല്ലാം അറിയാൻ പറ്റുമായിരിക്കും. കുട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം. താങ്കളുടെ ഭാഷ്യം താങ്കൾ പറയുന്നു, അതിനെ താങ്കൾ എന്നോട് ചോദിച്ചാൽ അതിന് ക്ലാരിറ്റി വരുത്താനുള്ള ആള് ഞാനല്ല. താങ്കൾ അതിനകത്തുള്ള BJPയുടെ നിലപാട് ചോദിക്കൂ. ആ നിലപാടിന് കൃത്യമായ മറുപടി എന്റെ കയ്യിലുണ്ട്. ഞാൻ എന്റെ സംശയങ്ങളാണ് ചോദിച്ചത്. എന്തു ശ്രീ ഷാബു പ്രസാദ്, ഈ വിഷയം വലിയ വിവാദമാവുകയാണ്. ഒരിക്കൽ തെറ്റ് സമ്മതിച്ച് റെയിൽവേ പിൻവലിച്ച ഗണഗീതമാണ് സ്കൂൾ ഗാനം എന്ന രീതിയിൽ വീണ്ടും അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. മറ്റേതെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ അംഗീകരിക്കാൻ കഴിയുമോ? KSRTCയിൽ വിപ്ലവ ഗാനമിട്ട് യാത്ര ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ കേൾക്കാൻ പറ്റുമോ? സഹിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? രേണുക, എന്തായാലും ഒരു കാര്യത്തില് എനിക്ക് ഈ മാധ്യമങ്ങളോടും ഇവിടെ ഈ വിവാദം ഉണ്ടാക്കിയവരോടും ഈ ബഹളം വെച്ചവരോടും ഒക്കെ വലിയ നന്ദിയുണ്ട്. സത്യത്തിൽ സംഘപരിവാറിന് മുഴുവനും ആ നന്ദി രേഖപ്പെടുത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ നന്ദുവിനും ഒരു എതിരഭിപ്രായം ഉണ്ടാവും തോന്നില്ല. കാരണം ഇത്ര മനോഹരമായ ഒരു ദേശഭക്തി ഗാനം ഇത്രയും പോപ്പുലർ ആക്കിയതിന് തീർച്ചയായിട്ടും അവർക്ക് ഒരു വലിയ സല്യൂട്ട് കൊടുക്കാം. തീർച്ചയായിട്ടും ഞാൻ അത് അക്കാര്യത്തിൽ അവരുടെ റോള് വളരെ വലുതാണ്. ഇന്ന് കേരളം മുഴുവനും ഏറ്റവും അധികം ആൾക്കാർ പാടിക്കൊണ്ടിരിക്കുന്നതും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും പരമപവിത്രമിതാമീ മണ്ണിൽ ഒരു രഹസ്യ അജണ്ടയാണെന്ന് താങ്കൾ തന്നെ സമ്മതിക്കുന്നു. രഹസ്യമോ പരസ്യമോ ഒന്നുമല്ല. ഇപ്പൊ ഈ മണ്ണ് പരമ പവിത്രമാണെന്നും ഈ നാട്ടിലെ ഓരോ മഹാപുരുഷന്മാരും നമ്മളുടെ ജീവവായുവാണെന്നും
ഈ രീതിയിൽ അതാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നതുമുള്ള ഒരു വികാരം ആ കുട്ടികളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നത് കൊണ്ടാണ് ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവർ ഇതുപോലും ചെയ്യാതെ അവർക്കത് പാടാൻ കഴിയുന്നത്. ഇപ്പൊ ഇന്ന് ഇതിന് പ്രതിഷേധിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ അവിടേക്ക് ഒരു പ്രകടനം നടത്തിയല്ലോ. അവിടെ നിന്ന് അവർ ആ തുണ്ടുകടലാസം നോക്കി തെറ്റായിട്ടാണ് പറയുന്നത് ഹിന്ദുസ്ഥാൻ ഹമാര, ഹിന്ദുസ്ഥാൻ ഹമാര. അവരെ കൊണ്ട് ഹിന്ദുസ്ഥാൻ ഹമാര എന്നും പാടിക്കാൻ ഈ പാട്ടിന് കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഇതവർക്ക് നോക്കേണ്ട കാര്യം പോലും ഇല്ല. റിഫ്ലക്സ് ആക്ഷൻ ആണ്. റെയിൽവേ എന്ന പൊതുമേഖലാ സ്ഥാപനം അതൊരു ദേശഭക്തി ഗാനമാക്കി അത് അവതരിപ്പിച്ചതിലല്ലേ ചോദ്യങ്ങൾ ചോദിച്ചത്. ആ ഉദ്ഘാടന ചടങ്ങ് എന്ന് പറയുന്നത് ഓരോ സാധാരണക്കാരന്റെയും നികുതി പണം ഉപയോഗിച്ചുള്ളതാണല്ലോ. അങ്ങനെ ഒരു ഔദ്യോഗിക ചടങ്ങിൽ RSSന്റെ ഗണഗീതം പാടിക്കുകയാണ്. അത് അവിടെ പാടി, കുട്ടികൾ സ്വമേധയാ പാടിയതെങ്കിൽ പാടി, അത് അവസാനിച്ചു. അത് അങ്ങനെയല്ല, അത് ദേശഭക്തി ഗാനമാക്കി റെയിൽവേ പോസ്റ്റ് ചെയ്യുകയാണ്. ഔദ്യോഗിക ആദ്യം മനസ്സിലാക്കി നിങ്ങൾ വീണ്ടും അത് ആവർത്തിച്ചുറപ്പിക്കാൻ ശ്രമിക്കേണ്ട. അത് ഔദ്യോഗിക ചടങ്ങല്ല. ഇനി 2, ദേശഭക്തി ഗാനമാക്കി റെയിൽവേ ഒഴിഞ്ഞു. ദേശഭക്തി ഗാനം ആക്കാനൊന്നുമില്ല, അത് ദേശഭക്തി ഗാനമാണ്. ഇനി എന്നാൽ പിന്നെ എന്തിനാണ് രണ്ടാമത് സ്കൂൾ ഗാനം എന്ന് തിരുത്തി പോസ്റ്റ് ചെയ്യേണ്ടത്? പറയുന്ന കേക്കൂ. അവിടെ അങ്ങനെ ഈ ഒരു വലിയ ഉദ്ഘാടന യാത്രയിലെ നടക്കുന്ന പ്രധാന സംഭവങ്ങൾ അട്രാക്റ്റീവായിട്ട് ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു സംഭവമാണെങ്കിൽ അത് ഒരു പരസ്യത്തിന്റെ ഭാഗമായി, ഒരു പ്രൊമോഷന്റെ ഭാഗമായി റെയിൽവേ അത് അവതരിപ്പിച്ചു. ഓക്കെ, അത് RSSന്റെ പ്രൊമോഷൻ ആണോ എന്നത് തന്നെയാണ് ഇവിടെ ഉയർന്ന ചോദ്യം. അങ്ങനെ രഹസ്യമായി കടത്തിവിടുകയാണോ എന്നത് തന്നെയാണ് ഇവിടെ ഉയർന്ന ചോദ്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം രാഷ്ട്രീയ വിയോജിപ്പ് അതിനോട് ഉയരുന്നതും. ശ്രീ ജെയ്സി തോമസ് കൂടി ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജയ്ക്ക്, നോക്കൂ, വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. സ്കൂൾ ഞാൻ പറഞ്ഞു തീർക്കട്ടെ രേണുക, ഒറ്റ മിനിറ്റ്. ഇതിപ്പം RSSന്റെ ഗണഗീതം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിവാദം ഉണ്ടാക്കി ഈ RSSനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണ്. ഇല്ലെങ്കിൽ ഇത് ആരും അറിയിക്കാതെ കടന്നു പോകുമായിരുന്ന ഒരു കാര്യമാണ്. അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ചെയ്യുന്ന പോലും ഇല്ല. ആരും മൈൻഡ് ചെയ്യുന്നത് പോലും ഇല്ല ഈ എതിർപ്പുകളെ എന്നതാണ് ഷാബു പ്രസാദ് പറഞ്ഞു വെക്കുന്നത്, വലത് നിരീക്ഷകൻ. എന്ന് വെച്ചാൽ ഈ അന്വേഷണം പ്രഖ്യാപിക്കുന്നതോ ഈ രീതിയിൽ രാഷ്ട്രീയമായി അതിനെ വിമർശിക്കുന്നതോ ഒന്നും ഒരു ചുക്കുമല്ല ഞങ്ങൾക്ക് എന്ന് പറയുന്നു ജയ്ക്ക്. അതാണ് കറക്റ്റ്. ആ വാക്കാണ്, അതാണ് ഞാൻ പറയാതെ രേണുക ഉപയോഗിച്ചു. നന്നായി. ഔദ്യോഗിക ചടങ്ങുകൾ ഈ രീതിയിൽ ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നത് വസ്തുതയായിരിക്കെ അതിനെ ന്യായീകരിക്കുക, അത് ഇങ്ങനെ ചർച്ചയാക്കുക, ഒരു അജണ്ട അതിനെയാക്കി അങ്ങനെ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമാണോ? കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ വന്ന് പറയുകയാണ്, വേണ്ടെങ്കിൽ കാത് മറച്ചു പിടിച്ചു പോകൂ എന്ന് പറയുകയാണ്. അതാണോ ഭരണഘടന ഉദ്ദേശിക്കുന്നത്? എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ്, ദേശഭക്തിയാണ് പ്രചരിപ്പിക്കേണ്ടതെങ്കിൽ അതിങ്ങനെ ഒളിച്ചു കടത്തേണ്ടുന്ന കാര്യമില്ലല്ലോ. ഇട പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. അല്ല, താങ്കളുടെ ഈ ചോദ്യം തന്നെ അപ്രസക്തമാണ്. കാരണം ഇതിൽ ആരും ഒളിച്ചു കടത്തിയിട്ടില്ലെന്നേ. ആ കുട്ടികൾ ആ പാടിയ പാട്ട് ദേശഭക്തി ഗാനമാണെന്ന് ഞങ്ങൾക്കെല്ലാം ബോധ്യമുണ്ട്. ഞങ്ങളൊക്കെ തന്നെ അത് പോസ്റ്റ് ചെയ്തിരുന്നു. മറ്റു പല ആളുകളും, ഇപ്പോ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഈ സമൂഹത്തിൽ ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്നവരെല്ലാം പോസ്റ്റ് ചെയ്തു എന്നാണ് എന്റെ അർത്ഥം. ഏതെങ്കിലും ചില രാഷ്ട്രീയ ഭിക്ഷാന്തേഹികൾക്ക് അത് ദഹിച്ചിട്ടില്ലെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് അവർ തന്നെയാണ്. കാരണം അവർ രാഷ്ട്രീയ കാരണങ്ങളാൽ, അല്ലെങ്കിൽ വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് ഇലക്ഷൻ പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് അവർക്ക് ഏതൊക്കെയോ ചില ഭീകര സംഘടനകളെയും ഭീകരവാദികളെയും പ്രീണിപ്പിക്കണം. അതിന് അവർക്ക് രാഷ്ട്രത്തെ തള്ളിപ്പറയണം, രാഷ്ട്രത്തിന്റെ മൂല്യങ്ങളെ തള്ളിപ്പറയണം, രാഷ്ട്രത്തിന്റെ സംവിധാനങ്ങളെ തള്ളിപ്പറയണം. അതിനെ ഉപയോഗിക്കുന്നു. ചില ആളുകൾ സാമ്പത്തികപരമായിട്ടുള്ള ചില ആവശ്യങ്ങൾക്ക്, അവരുടെ സാമ്പത്തികപരമായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾക്കെല്ലാം ഇത് ഒളിച്ചു കടത്തിയോ എന്ന് ചോദിച്ചാൽ ഇത് പട്ടാപ്പകൽ പരസ്യമായിട്ടല്ലേ കാര്യങ്ങൾ നടന്നത്? പട്ടാപ്പകൽ പരസ്യമായി എല്ലാവരും കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിലല്ലേ ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്? അതിലെവിടെയാണ് ഒളിച്ചു കടത്തിയത്? ആ ചോദ്യം തന്നെ അപ്രസക്തമാണ്. ഇനി RSSന്റെ റെപ്രസെന്റേറ്റീവ് അല്ല ഞാൻ, പക്ഷേ ഒരു സ്വയം സേവകനാണ്. ഞാൻ ശാഖയിൽ പോകുന്നയാളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് സംഘം എന്താണെന്ന് ബോധ്യമുണ്ട്. ആ സംഘം എന്താണെന്ന് പറഞ്ഞാൽ സംഘത്തിൽ കൃത്യമായ ബോധ്യത്തോടു കൂടി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ നേരത്തെ ശാഖയെ കൃത്യമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. CPMന്റെ ഏതെങ്കിലും ഒരു പാർട്ടി കമ്മിറ്റിക്കകത്ത് നിങ്ങൾക്ക് പോയി നോക്കാൻ സാധിക്കുമോ? കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു പാർട്ടി കമ്മിറ്റിക്കകത്ത് നിങ്ങൾക്ക് പോയി നോക്കാൻ സാധിക്കുമോ? പക്ഷെ RSSന്റെ ഒരു ശാഖയിൽ പോകാൻ നിങ്ങൾക്ക് ഒരു മെമ്പർഷിപ്പും വേണ്ട. RSSന്റെ ഒരു പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് പങ്കാളിയാവാൻ ഒരു തരത്തിലുള്ള മെമ്പർഷിപ്പും വേണ്ട.
RSSന്റെ സേവാഭാരതി പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്കകത്ത് പ്രവർത്തിക്കാൻ നിങ്ങൾ ഒരു മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ അവിടെ നിൽക്കാൻ സാധിക്കൂ എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത്തരത്തിൽ സുതാര്യമായിട്ടുള്ള തുറന്ന പുസ്തകമായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിനെ കുറിച്ച് അടിസ്ഥാനരഹിതമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് നിങ്ങൾ ധരിച്ചാൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. 100 വർഷം തികച്ചു എന്ന് താങ്കൾ ഒരു പുച്ഛഭാവത്തിലൂടെ പറഞ്ഞല്ലോ. ആ 100 വർഷം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ലോകത്തിലെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് 100 വർഷം അങ്ങനെ പൊട്ടലില്ലാതെ പൊടിയാതെ അല്ലെങ്കിൽ പിളരാതെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് സാധിച്ചു? ഒരു ആദർശത്തിന്റെ കെട്ടുറപ്പിലാണ് അത് മുന്നോട്ട് പോകുന്നത്. എന്താണ് ആദർശം? ആ ആദർശം ഇതാണ്: പരമവൈഭവന്നേതുമേതത്സ്വരാഷ്ട്രം. എന്റെ രാഷ്ട്രം പരമവൈഭവത്തിലേക്ക് എത്തുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുക, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, അതിനു വേണ്ടിയിട്ട് എന്റെ ജീവിതത്തിലെ സർവ്വ സമ്പാദ്യങ്ങളും സുഖവും ദുഃഖവും ഒക്കെ ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്, ഈ ഭാരതാംബയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ മടിത്തട്ടിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുക. അങ്ങനെ ദിവസേന പ്രാർത്ഥന പാടാൻ ഒരു ചങ്കൂറ്റം വേണം. ആ ചങ്കൂറ്റമുള്ളവരാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സ്വയംസേവകന്മാർ. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? കുട്ടികൾ വീട്ടിലിരുന്ന് പാടിയതാണോ? കുട്ടികൾക്ക് ട്രെയിനിലിരുന്ന് RSSന്റെ ശാഖയിൽ പാടിയതാണോ കുട്ടികൾ? അല്ലല്ലോ. ഞാൻ താങ്കളുടെ കുട്ടികൾ RSSന്റെ ശാഖയിലോ വീട്ടിലോ പാടിയതല്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. കൊച്ചി ക്ഷമിക്കണം, എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന്റെ ഇനാഗുറൽ ചടങ്ങായിരുന്നു അത്. അല്ലല്ല, ഞാൻ എന്റെ പോയിന്റ് ഒന്ന് വെച്ചോട്ടെ. 2015 KM മാണിക്കെതിരെ സമരം നടത്താൻ വേണ്ടിയിട്ട് CPM-ന്റെ നേതാക്കന്മാർ ബക്കറ്റും വീട്ടിൽ നിന്നുള്ള പേസ്റ്റും അതുപോലെ ലുങ്കിയും മുണ്ടും പിന്നെ തിരിച്ചു വരില്ല, ഞങ്ങളൊരു വിപ്ലവ സമരത്തിന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് വന്നല്ലോ. അന്ന് വന്ന ട്രെയിനുകളിലൊക്കെ അവർ പാടിയ വിപ്ലവ ഗീതങ്ങളൊന്നും നിങ്ങൾ കേട്ടില്ലേ? ട്രെയിനുകളിൽ താങ്കൾ എന്താണ് 3/4 മണിക്കൂർ ഒരു ചർച്ച നടന്നിട്ട് അതിന്റെ ആദ്യ ഭാഗത്ത് ചോദിച്ച ചോദ്യമാണ് താങ്കൾ ചോദിക്കുന്നത്. അങ്ങനെ പാടിയതിൽ പ്രശ്നമില്ല, പാടിയെങ്കിൽ മനസ്സിലായില്ല. ഇനി അടുത്തൊന്നിരിക്ക വാങ്ങി വെച്ചോ, എത്തിപ്പോയി നിന്റെയൊക്കെ കാലം മാറുന്ന ഇവിടെ ഒരു കുട്ടിയെ അച്ഛൻ തോളിലിരുത്തി വിളിപ്പിച്ചപ്പോ ആ കുട്ടിക്കെതിരെ ഏത് നടപടിയാണ് നിങ്ങൾ എടുത്തത്? ഇവിടുത്തെ CPM എന്ത് നടപടിയാണ് എടുത്തത് ആ കുട്ടിക്കെതിരെ? ആ കുട്ടിയെ നിങ്ങൾ സംരക്ഷിക്കുന്ന നിലപാടല്ലേ CPM എടുത്തത്? അതിനെതിരെ കേസെടുത്തില്ലേ? നിങ്ങൾ ഏതൊന്നും പറഞ്ഞത് ആ കേസ് എവിടെയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ കേസ് എവിടെ? ഏഴുവിക്ക് പറയാം ആ കേസ് എവിടെയാണെന്ന്. കേസെടുത്തു എന്നത് താങ്കൾക്ക് ബോധ്യമുണ്ടല്ലോ. കേസെടുത്തു എന്നത് താങ്കൾക്ക് ബോധ്യമുണ്ട്. സഹായിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ള ജെയ്സി തോമസ് അടക്കമുള്ളവർ വന്നിട്ട് ഇവിടെ ഭാരതാംബയ്ക്ക് വേണ്ടി ഒരു ദേശഭക്തിഗാനം പാടിയ കുട്ടിയാണെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് അങ്ങനെ ഏത് കുട്ടിയെ ഭീഷണിപ്പെടുത്തിയെന്നാണ്? എന്ത് വസ്തുതയില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ മാന്യത അത് അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഉണ്ടാകും. ചെറുപ്പം പടന്ന് തള്ളി അല്ലേണ്ട. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.